സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ധരിച്ചിരുന്നത് ഇന്ത്യൻ റെയിൽവേ നശിച്ചു പോകും. കാര്യം ഇന്ത്യൻ റെയിൽവേ ഇനിയില്ല. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റ് തുലയ്ക്കുന്ന ഒരു സമീപനം വന്നു രാജ്യത്ത്. ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി, ആഗോള നയങ്ങളുടെ ഭാഗമായി, നവ ലിബറൽ നയങ്ങളുടെയൊക്കെ ഭാഗമായി ഒരുപാട് സ്ഥാപനങ്ങളുടെ ഷെയറൊക്കെ പുറത്തു കൊടുത്ത് വിറ്റ് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇതാ പൂട്ടുന്നു എന്നൊരു തോന്നലുണ്ടായി. പക്ഷെ അവിടെ നിന്ന് ഇതാ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇന്ത്യൻ റെയിൽവേ ഉയർന്ന് വരുമ്പോൾ ഇപ്പോൾ മിസോറാമിൽ ബൈരബീദ് നിന്ന് സായ്റാങ്ങിലേക്കുള്ള 51 കിലോമീറ്ററിലെ റെയിൽവേയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം സായ്റാങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. എന്ത് അഭിമാനമാണ് രാജ്യത്ത്. കാരണം അത്ഭുതമാണ് സംഭവം. എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് താമസിച്ചു പോയെന്നേ ഉള്ളൂ, എങ്കിലും വളരെ താമസിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. എല്ലാ ചാനലും റിപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിൻ്റെ വലിയ ഒരു വിസ്മയമാണ് സംഭവിച്ചത്. കാരണം മിസോറാം പോലുള്ളൊരു സ്ഥലം എന്ന് പറയുന്നതിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ വലിയ പ്രശ്നമാണ്. അവിടെ ഇത് പണിയണമെങ്കിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അത്രയും പ്രതിസന്ധിയുള്ള ഒരു സ്ഥലത്ത് ഇത് പണി എളുപ്പമല്ല. പക്ഷേ 51 കിലോമീറ്റർ പണിഞ്ഞു. ആസാമിലെ സിൽച്ചാറിൽ നിന്ന് മിസോറാമിൻ്റെ തലസ്ഥാനമായ ഐസ്വാൾ വരെ 7 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ടിയിരുന്നത് 3 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അതല്ല കൗതുകം. ഇങ്ങനെ റെയിൽവേ വരുമ്പോൾ അതിനൊരു കൗതുകമുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഫ്ലൈറ്റ് വരുന്നു, അല്ലെങ്കിൽ വിമാനത്താവളം വരുന്നു, റെയിൽവേ വരുന്നു എന്നൊക്കെ കൗതുകമുണ്ട്. കപ്പൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കൗതുകത്തിലേക്ക് ഇന്ത്യൻ ജനതയിലേക്ക് മിസോറാം വന്നിരിക്കുന്നു. 70-78 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. സ്റ്റേറ്റ് ഉണ്ടായിട്ട് തന്നെ 30 വർഷമായി. പക്ഷേ 10-25-30 വർഷത്തിനിടയിൽ അവരുടെ സ്വപ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അശ്വനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ നോക്കുന്ന മറ്റ് നോക്കിയിരുന്ന മന്ത്രിമാരുണ്ടായിരുന്നു, നോക്കുന്ന മന്ത്രിമാരുണ്ട്. എന്തായാലും ഇന്ത്യൻ റെയിൽവേക്ക് അഭിമാനിക്കാം. മിസോറാമിൽ റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നു. മിസോറാമിൽ ഇനി ശൂളം വിളി കേൾക്കാം. നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, മറ്റ് സ്റ്റേറ്റിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം മിസോറാമിൻ്റെ പ്രകൃതി ഭംഗി കൂടി ആസ്വദിച്ചുകൊണ്ട് മനോഹരമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ട്രെയിൻ യാത്രയ്ക്ക് വേറൊരു സുഖമുണ്ട്. ആ സുഖം അനുഭവിക്കുവാനുള്ള ഒരവസരമാണ് ഇന്ത്യൻ ജനതയ്ക്കും ലോക ജനതയ്ക്കും വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ കാശ്മീരിൽ മനോഹരമായ രീതിയിൽ റെയിൽവേ വന്നു. അങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെല്ലാം റെയിൽവേയുടെ വലിയ സംവിധാനങ്ങൾ വരുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. മാത്രമല്ല അതോടൊപ്പം കേരളത്തിൽ കൊല്ലം, വടകരയൊക്കെ റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഒരു എയർപോർട്ടിൽ പോകുന്ന അത്രയും സൗന്ദര്യത്തോടു കൂടിയുള്ള രസകരമായ റെയിൽവേ സ്റ്റേഷനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ അത് ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്തതിൻ്റെ വർക്ക് നടക്കുന്നു. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ വളരെ മനോഹരമായി കാര്യങ്ങൾ നടക്കുന്നതിനെ കണ്ടില്ല എന്ന് പോകാനാകില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. എന്തായാലും മിസോറാമിൽ പുതിയ വെളിച്ചമുണ്ടാകട്ടെ. മിസോറാമിൽ നിന്ന് നമുക്കിനി രാവിലെയും രാത്രിയും പകലുമെല്ലാം ശൂളമടി കേൾക്കാം.